ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ചില അളവുണ്ട്, ചില നന്മകളും ചില വിടുതലുകളും ചില സന്തോഷങ്ങളും നിന്നെ തേടി വരാൻ പോകുക. കാരണം ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ നിന്നെ ഒതുക്കുവാൻ ശ്രമിച്ചാൽ, ആരൊക്കെ എന്തൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ, ആരൊക്കെ നിന്നെ നിന്ദിച്ച് പകച്ചാലും ഞാൻ അതിന് ചുറ്റും തീ മതിലാണെന്ന്. ആരെ നിന്നെ ദഹിപ്പിക്കുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്നെ ശൂന്യമാക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഞാൻ അതിന് ചുറ്റും തീമതിലാണ്. നീ ഇരിക്കുന്ന സ്ഥാനത്തിന് ചുറ്റും ഞാൻ തീമതിലാണ്. നിന്റെ ഭവനത്തിന് ചുറ്റും ഞാൻ തീമതിലാണ്. നിന്റെ വിഷയത്തിന് ചുറ്റും ഞാൻ തീമതിലാണ്. നിന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ ഞാൻ തീമതിലാണ്. നിന്റെ ആഗ്രഹത്തിന്റെ മുമ്പിൽ ഞാൻ തീമതിലാണെന്ന് ഒരു വ്യക്തിക്കും അതിനെ തടയാൻ സാധ്യമല്ല. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ മനുഷ്യന്റെ മഹത്വമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വലിയ കൂട്ടത്തിന്റെ മഹത്വമല്ല ദൈവം നോക്കുന്നത്. ദൈവമായവൻ അവന്റെ നടുവിൽ വന്ന, ദൈവത്തിന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന, ദൈവഹിതം നീ ചെയ്യുന്ന വ്യക്തിയെങ്കിൽ ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമാകുന്നുണ്ട്. ഞാൻ അതിൽ മഹത്വമായി വെളിപ്പെടും. ശൂന്യമായിരിക്കുന്ന ഇടങ്ങളെ നോക്കി വേദനപ്പെട്ട് ഞെരുകി ശൂന്യത കണ്ടും എതിർത്ത് നീ മുമ്പോട്ട് പോകുവാനല്ല. ഹല്ലേലൂയ. നിന്റെ ശൂന്യതയുടെ നടുവിൽ അവന്റെ മഹത്വം വെളിപ്പെടാറായി. അവന്റെ മഹത്വം നിനക്ക് വെളിപ്പെടാറായി. നിന്റെ വിഷയത്തിൽ അവന്റെ മഹത്വം വെളിപ്പെടാറായി. പറയുന്ന എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനുഷ്യർ മഹത്വം എടുക്കാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാ ഇങ്ങനെയൊക്കെ നടന്നതെന്ന് പറയാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഹല്ലേലൂയ, വാക്കു പറഞ്ഞവൻ വിശ്വസ്തനാ. നിന്നെ തല കുനിക്കുന്ന പല അനുഭവങ്ങളും അളന്നും തൂക്കിയും എണ്ണിയും നിനക്കെതിരെ വാദിച്ചുയരുമ്പോൾ നിന്റെ ഭവനത്തിന്റെ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുക, നിന്റെ ഭവനത്തിന്റെ അഭിവൃദ്ധിയെ വർദ്ധിപ്പിക്കുക, നിന്റെ ഭവനത്തിലെ ഗതികേട് മാറ്റുവാൻ കോവിഡക്കാരൻ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായി.